നമസ്കാരം. ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANUC. KCBയിലെ ഇടതുപക്ഷ സംഘടനകളുടെ കൂട്ടായ്മ എന്നവകാശപ്പെടുന്ന NCCOEPക്കാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വൈദ്യുതിൻ്റെ മുന്നിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സമരത്തിലായിരുന്നു, ഒരു പ്രഹസന സമരത്തിലായിരുന്നു. അപ്പോൾ ആ സമരമൊക്കെ അവസാനിപ്പിച്ചു എന്നും വിജയ ആഹ്ലാദമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറയാം എന്നുകൊണ്ടാണ് ഈ ഓഡിയോ ചെയ്യുന്നത്. അവർ പറയുന്നത് അവരെല്ലാം നേടിയെടുത്തുന്ന. ഇവിടെ ആരാണ് ഭരിക്കുന്നത്? അതല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. UDP ഭരിച്ച കാലഘട്ടത്തിൽ, ഉമ്മൻചാണ്ടി സാർ ഭരിച്ച കാലഘട്ടത്തിൽ എന്നെങ്കിലും നിങ്ങളെ ആരെങ്കിലും ഞങ്ങളിങ്ങനെ വൈദ്യുതിൻ്റെ തിണ്ണയിൽ 10-18 ദിവസം വെയിലും കൊണ്ട് പൊടിയും ഇരുത്തിയിട്ടുണ്ടോ? സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അപ്പോൾ DDA കൃത്യമായിട്ട് തന്നു, പേ റിവിഷൻ നടത്തി, സ്റ്റാഗ്നേഷൻ ഇല്ലാതാക്കി, എല്ലാം ഭംഗിയായിട്ട് നടത്തിയില്ലേ? എന്നിട്ട് ഇപ്പോൾ ഒരു പ്രഹസന സമരം നടത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ അതിൻ്റെ 7 അയലോക്കത്ത് കയറാൻ പറ്റാതെ വന്നപ്പോൾ സമരം നടത്തി, 18 ദിവസം സമരവും നടത്തി, അവസാനം വിജയിച്ചു എന്നും പറഞ്ഞ്, നേടിയെടുത്തു എന്നും പറഞ്ഞ് ഒരു ആഹ്ലാദ പ്രകടനം. എന്തോന്ന് വിജയിച്ചു എന്നാണ് പറയുന്നത്? DA കിട്ടിയതാണ് 2 ഗഡു, 4 ഗഡു ഇപ്പോഴും കിട്ടാൻ കിടക്കുകയല്ലേ. ഈ കിട്ടിയ 2 ഗഡുവിൻ്റെയും അതിന് തൊട്ട് മുമ്പ് കിട്ടിയ ഗഡുവിൻ്റെയും മുൻകാല പ്രാബല്യമില്ലല്ലോ. ലക്ഷങ്ങൾ വരുമില്ലേ? 5 ലക്ഷം വരെ മൊത്തം നഷ്ടം വരുന്ന തൊഴിലാളികളല്ലേ ബോർഡിലുള്ളത്. ഇനി 4 ഗഡു കൂടെ കിട്ടാനും കിടക്കുകയല്ലേ. പിന്നെ എന്തോന്ന് കിട്ടിയെന്നാണ് പറയുന്നത്? DA ഞങ്ങൾ വാങ്ങിച്ചു തന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ വാങ്ങിച്ചു തന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും തൊഴിലാളി ഉൾക്കൊള്ളൂല കേട്ടോ. ആഹ്ലാദമൊക്കെ നടത്താം. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒക്ടോബർ 28-ാം തീയതി ചർച്ചയ്ക്ക് എല്ലാവരെയും വിളിക്കാമെന്ന് ബോർഡ് മാനേജ്മെൻറ്റ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എല്ലാവരെയും വിളിക്കാൻ പറ്റത്തില്ല, ഞങ്ങളെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കേട്ടു. എന്തായാലും അങ്ങനെ എന്തോ ആയിക്കോട്ടെ. 28-ന് ചർച്ച ഏതായാലും നവംബർ 1 മാറ്റി വെച്ചു. ആര്? ഇടതുപക്ഷ ഗവൺമെൻറ്. ഭരിക്കുന്നത് ആര്? ഇടതുപക്ഷം. സമരം ചെയ്യുന്നത് ആര്? ഇടതുപക്ഷം. അപ്പോൾ അതേ ഗവൺമെൻറ് തന്നെ 1 മീറ്റിംഗ് മാറ്റി വെച്ചു. 29-ാം തീയതി DA പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമരം ചെയ്തുകൊണ്ടൊന്നും അല്ല DA തന്നെന്ന് അവരങ്ങ് പറയുക. നമ്മളെല്ലാവരും സമരം ചെയ്തു. ഈ DAയ്ക്ക് വേണ്ടി സമരം ചെയ്തതെന്ന് പറഞ്ഞാൽ പണിമുടക്കിയ സംഘടന ഞങ്ങൾ. ശരിക്കും ഞങ്ങൾ 2 പണിമുടക്കി. അതിലൊരു കാര്യം DA ഉൾപ്പെടെയുള്ള ബോർഡിലെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ പണിമുടക്കി, ശമ്പളം കളഞ്ഞ്. നിങ്ങളെപ്പോലെ പണിമുടക്കി കഴിഞ്ഞ് ശമ്പളം തിരിച്ച് മേടിച്ചിട്ടുമില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പണിമുടക്കി. നിങ്ങൾ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ട് കണ്ടം വഴി ഓടി, നോട്ടീസും പിൻവലിച്ചുകൊണ്ട്. എന്നിട്ട് ഇപ്പം 10-16 ദിവസം ഇങ്ങനെ അതിലാവശ്യമായിട്ട് നിങ്ങളൊന്ന് എൻജോയ് ചെയ്തു. പാട്ടും പാടി, കവിതയും പാടി, ഡാൻസും കളിച്ച് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? സമരം വിജയിച്ചു എന്നും പറഞ്ഞ് 28-ന് വെച്ച ചർച്ച 1-ാം തീയതിയിലേക്ക് മാറ്റുന്നു. 29-ാം തീയതി DA പ്രഖ്യാപിക്കുന്നു. അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ 8 കാലി മുമ്പെന്നല്ലാതെ എന്താ പറയാൻ പറ്റുന്നത്? പിന്നെ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ഇത് കാണുകയുണ്ടായി. ഞങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളെന്നും പറഞ്ഞു ഈ NCCOEക്കാർ എഴുതിയതാണ്. ആദ്യത്തെ കാര്യം അവർ നേടിയത്, അവർ പറയുന്നത് കരാറിന് അംഗീകാരം മന്ത്രി തന്നെ ക്യാബിനറ്റിൽ വെച്ച് മേടിച്ച് തരുമെന്നാണ്. ഈ മന്ത്രി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. നിങ്ങൾ മന്ത്രിയെ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. മന്ത്രിയെ നിങ്ങൾ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ചേത്താൻ കുരിശ് കണ്ടെന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അതുപോലാണല്ലോ. അതിനു മുമ്പ് MM മണി സാറ് നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെ മന്ത്രിയല്ലാഞ്ഞോ? എന്നിട്ട് നിങ്ങൾക്ക് ഈ കരാറിൻ്റെ ഒന്നും അംഗീകാരം മേടിക്കാൻ പറ്റിയില്ലെന്ന് ആരോടാണ് പറയുന്നത്? കരാറിൻ്റെ അംഗീകാരം മേടിക്കാൻ ഇപ്പോൾ AK ബാലൻ സാറിൻ്റെ കാലത്ത് വെച്ച കരാറിൻ്റെ അംഗീകാരം ഞങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്താണ് മേടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതുകൊണ്ട് അതാത് ഗവൺമെൻറ്റിന് വെക്കാൻ പറ്റത്തില്ല, അംഗീകാരം മേടിക്കാൻ പറ്റില്ല, സമയം കിട്ടില്ല. അതുപോലെ ആര്യാടൻ സാറിൻ്റെ കാലത്തെ കരാറിന് ഈ സർക്കാരിൻ്റെ കാലത്തായിരുന്നു അംഗീകാരം മേടിക്കേണ്ടത്. മണി സാറിൻ്റെ കാലത്ത് വെച്ച കരാറിന് നിങ്ങൾ തന്നെ അംഗീകാരം മേടിക്കേണ്ടത്. 9 വർഷമായിട്ടും അംഗീകാരം മേടിച്ചില്ല. ഇനിയിപ്പോൾ ഇലക്ഷൻ ആകാറായി, അടുത്ത ഗവൺമെൻറ് വരാൻ പോവുക UDF സർക്കാർ. ആ സമയത്താണ് പറയുന്നത് അംഗീകാരം മേടിക്കും, മന്ത്രി ക്യാബിനറ്റ് വെക്കും. ഇത്ര നാളായിട്ട് ക്യാബിനറ്റ് വെക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു പണിയല്ലേ? വിഴിഞ്ഞം പദ്ധതി പോലും ഇതേ 6 പൂർത്തിയായില്ലേ ഇപ്പോൾ? എന്നിട്ടും കരാർ 2 അംഗീകാരം വെക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. സത്യമല്ലേ? കണ്ണൂർ എയർപോർട്ട് പൂർത്തിയായി, വിഴിഞ്ഞം പദ്ധതിയൊക്കെ പണി കഴിഞ്ഞില്ലേ? ഏത് പരിപാടികളും നമുക്ക് പണി വെക്കണം. റോഡുകൾ വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. കെട്ടിടം പണിയണം. നമ്മളൊരു വീട് പണിയാൻ തുടങ്ങി 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് കരാറിന് അംഗീകാരം വാങ്ങിയില്ല എന്ന് ആരോട് പറയും? ഇനി കരാറിന് അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു കരാറെന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ മെമ്പർ കാണില്ലേ? അദ്ദേഹം പാർട്ടിയുടെ ആളാണ്. ഗവൺമെൻറ് ഏത് പാർട്ടി ഭരിച്ചാലും ഗവൺമെൻറ് ആളാണ്. അപ്പോൾ അത് പൊളിറ്റിക്കൽ മെമ്പറും ചെയർമാൻ എന്ന് പറഞ്ഞാൽ IAS ഗവൺമെൻറ്റിൽ നിന്നുള്ള ആളല്ലേ? പവർ സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും ഒക്കെ ഗവൺമെൻറ്റിൽ നിന്നുള്ളതല്ലേ? അതാത് മന്ത്രിയോട് ചോദിക്കാതെ ചെയ്യുമോ? ഇപ്പോൾ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്ട്രി പ്രഖ്യാപിച്ചാൽ ഉടനെ DA കൊടുക്കണമെന്നുള്ളത് ആര്യാടൻ സാറിനോട് ഞങ്ങൾ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് എഴുതി. അങ്ങനെ ഓരോ മന്ത്രിമാരോടും ചോദിച്ചിട്ടാണ് ഓരോ കാര്യം എഴുതുന്നത്. അങ്ങനെ എഴുതി വെച്ച ആ കരാറിന് അംഗീകാരമില്ലെന്ന് ആരോടാണ് പറയുന്നത്? അതിന് തത്വത്തിലൊരു ഓർഡർ വേണമെന്നല്ലേ ഉള്ളൂ. അത് വാങ്ങാൻ പോലും പറ്റിയില്ലല്ലോ. അത് വാങ്ങാൻ പറ്റാത്തതിനെ ജ്യോതിലാലോ ഏതാണ്ട് ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ കുറ്റം പറഞ്ഞു നടന്നൊരു കാര്യമുണ്ടോ?
അദ്ദേഹമാണോ മുഖ്യമന്ത്രി? അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്താൻ മുഖ്യമന്ത്രി വിചാരിച്ചാൽ പറ്റില്ലേ? അപ്പോൾ അതുകൊണ്ട് കരാറിന് അംഗീകാരം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ DA സംബന്ധിച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ഫയൽ ചെയ്തപ്പോൾ ആ കേസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അത് 2023 നവംബർ മാസം ആദ്യം പറഞ്ഞു സെപ്റ്റംബറിൽ ഞങ്ങൾക്ക് ഫിനാൻസ് സെക്രട്ടറി വരാത്തതുകൊണ്ടാണ് DA പാസ്സാക്കാൻ പറ്റാത്തത്, നവംബറിൽ ഞങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കുമെന്നൊക്കെ പറഞ്ഞു. നവംബർ 2023 ആയപ്പോൾ പറഞ്ഞു കരാറിന് അംഗീകാരമില്ല. ആദ്യം ഒന്നും പറയാത്തൊരു കാര്യമാണ് പറഞ്ഞു. അപ്പോൾ കോടതി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അതിനെ ചലഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കരാറിന് അംഗീകാരമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ഓർഡറല്ലേ? ആണല്ലോ. ഒരു ഭൂതത്തെ ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ വയ്യാത്തൊരവസ്ഥയായി. അന്ന് നിങ്ങൾ ഇറക്കിയ പോസ്റ്ററും ഫ്ലെക്സും ഒക്കെ തൊഴിലാളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കരാറിന് അംഗീകാരമൊക്കെ പറഞ്ഞൊന്നും DA ഒന്നും തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഇനി 4 ഗഡു പെൻഡിങ് അല്ലേ? അതുപോലെ 4 എണ്ണത്തിൻ്റെ കൂടാതെ ഇപ്പം പ്രഖ്യാപിച്ച 2 എണ്ണം അതിന് തൊട്ട് മുമ്പിലത്തേൻ്റെയും കുടിശ്ശിക കിട്ടിയില്ലല്ലോ. ഇപ്പം മറ്റൊരു കേസിന് പോയതുകൊണ്ടാണ് അല്ല കുടിശ്ശിക കിട്ടിയതെന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്. അതിന് ശേഷമുള്ളൊരു ഗഡുവുണ്ടല്ലോ, അതിൻ്റെ കുടിശ്ശികയെങ്കിലും ഒന്ന് മേടിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു അന്തസ്സുണ്ടായിരുന്നു, നിങ്ങൾക്കൊരു വെയിറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു സംഘടനയെന്ന് പറയായിരുന്നു. അതിൻ്റെ പോലും ഇപ്പോൾ 2 എണ്ണം പ്രഖ്യാപിച്ചു, അതിൻ്റെയും ഇല്ല മുൻകാല പ്രാബല്യം. അപ്പം സമരം വിജയിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിനൊക്കെ മുൻകാല പ്രാബല്യം കിട്ടണ്ടേ? അതിന് മുമ്പൊരെണ്ണം പ്രഖ്യാപിച്ചു, അതിനെങ്കിലും ഒന്ന് മേടിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ കേസിന് പോയവർ ഒരെണ്ണം മേടിച്ചെങ്കിൽ ഇതാ ഞങ്ങൾ ഒരു കേസും ഇല്ലാതെ നൽകി, അതാണ് കേസിലൊന്നും കാര്യമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെങ്കിലും മേടിച്ച് കൊടുക്കാമായിരുന്നു. ബോർഡിന് സാമ്പത്തികം ഉണ്ടേ കൊടുക്കാമെന്നും പറഞ്ഞ് ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വന്നത് വലിയൊരു നേട്ടമായിട്ടാണ് അവർ പറയുന്നത്. ബോർഡിന് സാമ്പത്തികമില്ലെന്ന് ആര് പറഞ്ഞു? CSR ഫണ്ട് കൊടുത്തില്ലേ? CSR ഫണ്ട് ഗവൺമെൻറ്റിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് 29 കോടി കൊടുത്തെന്ന് ഞാൻ പറയുന്നു. തെറ്റുണ്ടേ നിങ്ങൾ പറ. അതുപോലെ തന്നെ AGയുടെ കണക്കും പ്രകാരം 2630 കോടി രൂപ ലാഭം ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം. അപ്പോൾ അത് എന്താ കൊടുക്കാത്തത്? അപ്പം അതുകൊണ്ട് കുടിശ്ശിക കൊടുക്കുന്നതിന് ബോർഡല്ലേ തീരുമാനിക്കുന്നത്? ബോർഡ് ഓർഡർ ഇറക്കിയല്ലേ നമുക്ക് DA തരുന്നത്. അതിറക്കുമ്പോൾ അതുകൂടെ കുടിശ്ശിക അങ്ങ് ചേർത്താൽ പോരെ? ഗവൺമെൻറ് സാമ്പത്തികം നോക്കി ചെയ്തോളാൻ പറഞ്ഞു ബോർഡിലെ അധികാരികൾക്ക് ചെയ്യാൻ അനുവാദം ഉണ്ടെന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബോർഡ് ഇറക്കിയപ്പോൾ അതുകൂടെ ചേർത്തിറക്കണ്ടേ? ഓരോ തൊഴിലാളിക്കും 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം വരെ നഷ്ടം വന്നവരുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഉടനെ നടപ്പിലാക്കുമെന്നാണ്. അത് നിങ്ങളുടെ പണിമുടക്കിലെ ഇതിനകത്തെ ഡിമാൻഡാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ആരോഗ്യ ഇൻഷുറൻസ് പണ്ട് 2-3 വർഷം മുമ്പേ നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്ന് ചർച്ച ചെയ്തിട്ട് അത് ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇനിയും പുതുതായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ യൂണിയനും വിളിച്ച് ചർച്ച ചെയ്യണ്ടേ? ഞങ്ങൾ 57 പോയിട്ട് 47 വിളിക്കിടക്കുക, 47% ജീവനക്കാർ വിളിക്കിടക്കുക മറ്റ് യൂണിയനിലായിട്ട്. ഞങ്ങളറിയണ്ടേ? അല്ല നിങ്ങൾ തോന്നിയ മാസം എല്ലാവരുടെയും ഡീറ്റെയിൽസ് അങ്ങ് ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങളെ ആയിരിക്കും ചുമതലപ്പെടുത്തി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ നിങ്ങളങ്ങ് തീരുമാനിച്ച സൗജന്യമായിട്ട് എല്ലാവർക്കും കൊടുക്കണം. അത് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, സൗജന്യമായിട്ട് നിങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാവർക്കും കൊടുക്കുന്നെങ്കിൽ ഓക്കെ. നിങ്ങൾ ജീവനക്കാരി അതുപോലെ തന്നെ നിലവിലുള്ള മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ മെഡിക്കൽ ഇൻഷുറൻസിന്മേൽ കത്തി വെച്ചുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ജീവനക്കാരിൽ നിന്ന് പൈസ മേടിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ അതിനകത്തെ കണ്ടീഷനൊക്കെ അറിയണ്ടേ? എത്ര രൂപ ക്ലെയിം കിട്ടും, എത്ര രൂപ എന്തൊക്കെ അസുഖങ്ങൾക്ക് കിട്ടും, ഡ്യൂട്ടി ആക്സിഡൻ്റ് വിഷയം എന്താണ്, അതുപോലെ തന്നെ മറ്റേ കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ പൈസ എങ്ങനെ കൊടുക്കും, കമ്പനിക്കാരൻ തരത്തിന് ബാക്കിയുള്ള പൈസ എങ്ങനെ കൊടുക്കും, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് നിർത്തലാകുകയാണോ, ഇതൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് വേണ്ടേ ചെയ്യേണ്ടത്. അത് നിങ്ങൾ കുറേ ഡീറ്റെയിൽസ് എടുത്ത് സ്പ്രിംഗ്ലർ പോലെ ഡേറ്റ ചോർത്താനാണോ? അങ്ങനെ അതൊരു നേട്ടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനക്കാരെ സംബന്ധിച്ചൊരു കോട്ടമാണ് അത്. ഈ സമരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്തതാണ് നിങ്ങൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് എന്നും പറഞ്ഞു. അപ്പം സർക്കാരിലെ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. DAയുടെ കാര്യത്തിൽ ആര്യാട സാറിൻ്റെ കാലത്ത് ഞങ്ങൾ അതുകൊണ്ടാണ് ഉത്തരവിറക്കിയത്. ആ പെയർ വിഷൻ്റെ അകത്ത് ആ കരാറിനകത്ത് നമ്മൾ എഴുതി വെച്ചു, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രഖ്യാപിച്ചാൽ ഉടൻ KICBയിൽ DA കൊടുക്കണം. അല്ല ആണല്ലോ, UDF സർക്കാരിൻ്റെ നേട്ടമല്ലേ, ഞങ്ങൾ നൽകിയതല്ലേ, ഞങ്ങൾ റഫറൻഡത്തിൽ ജയിച്ചാൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചതല്ലേ. അത് പക്ഷേ നിങ്ങളിവിടെ തടഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ പറയാം തിരിച്ച് ഞങ്ങളത് കൊണ്ടുവരുമെന്ന്. തിരിച്ചെന്തിനാണ് കൊണ്ടുവരുന്നത്? ആ കരാറിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ. ആ കരാർ ഇവിടെ നടപ്പിലാക്കിയാൽ പോരെ. അതിന് പ്രത്യേകിച്ചൊരു ഗവൺമെൻറ് ഓർഡറൊന്നും ആവശ്യമില്ല. ഒരു കരാറെന്ന് പറഞ്ഞാൽ ID ആക്ട് പ്രകാരമുള്ള കരാർ. ആ കരാറിൽ എഴുതി വെച്ച കാര്യങ്ങൾ തരുന്നതിന് പ്രത്യേകിച്ചൊരു ഗവൺമെൻറ് ഓർഡറിൻ്റെ ആവശ്യം എന്തുവാ? അതൊന്നും സമരത്തിൻ്റെ നേട്ടമെന്നാണ് പറയുന്നത്. പിന്നെ 45 ദിവസത്തിനകം മാസ്റ്റർ ട്രസ്റ്റ് പൈസ അടയ്ക്കുമെന്ന്. 45 അല്ല 9 വർഷമായിട്ട് മാസ്റ്റർ ട്രസ്റ്റ് നിങ്ങൾ പൈസ അടച്ചോ? അതുപോലെ തന്നെ ഈ ഡ്യൂട്ടി സർക്കാർ എടുത്തോളാൻ പറഞ്ഞത് ആര്യാടൻ്റെ കാലത്ത് പറഞ്ഞതാണ്. 10,000 കോടി നിങ്ങൾ വക മാറ്റിയില്ലേ? ആ പൈസ എവിടെ പോയി? ത്രികക്ഷി കരാർ അനുസരിച്ച് പൈസ അടയ്ക്കേണ്ടതല്ല. കഴിഞ്ഞ 9 വർഷം ഒരു പൈസയിലും അടച്ചിട്ടുണ്ടോ? ഈ സർക്കാരിൻ്റെ കാലത്തല്ലേ പൈസ അടയ്ക്കേണ്ടത്. മാസ്റ്റർ ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടുന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. അതിന് ശേഷമേ അതിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അടയ്ക്കാതിരുന്നിട്ട് പറയാം മാസ്റ്റർ ട്രസ്റ്റിൻ്റെ വിഷയം ഞങ്ങൾ പരിഹരിക്കും. എല്ലാം വാക്കാലാണോ? സോഷ്യൽ മീഡിയയിൽ കൂടെ, എന്നാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ഇതൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് മീറ്റർ റീഡർമാരുടെ കരാർ തുക വർദ്ധിപ്പിക്കും. നല്ല കാര്യം. അത് വർദ്ധിപ്പിച്ചെങ്കിൽ സമരത്തിൻ്റെ നേട്ടമായിട്ട് നിങ്ങൾ എടുക്കണം. അവർക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. അത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞെങ്കിലും എമൗണ്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്ത കാര്യം വന്ന് ഡോക്ടർ രാജൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി 45 ദിവസം റിപ്പോർട്ട് കൊടുക്കുന്ന. എന്തോന്ന് റിപ്പോർട്ടാണ്?
ശമ്പള ഭക്ഷണ കരാറിന് നമുക്ക് ശരിക്കും അംഗീകാരം ഉള്ളതാണ്. DA കൊടുക്കണമെന്ന് ID ആക്ട് പ്രകാരം നമ്മുടെ ലോങ് ടൈം സെറ്റിൽമെൻറ്റ് എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് ഒരു രാജൻ, ഏത് രാജനാണെന്ന് അറിയത്തില്ല, ഡോക്ടർ രാജൻ എന്നാണ് പറഞ്ഞത്, എന്തോ ഡോക്ടറാണെന്ന് അറിയത്തില്ല, എന്താണേലും ഏത് രാജനാണേലും ശരി, ബോർഡിലെ സ്റ്റാഫാണോ അതോ ഡയറക്ടറിൽപ്പെട്ടാണോ ആരാണെന്ന് എഴുതണ്ടേ. അപ്പോൾ എന്താണേലും അദ്ദേഹത്തിന് നേതൃത്വത്തിൽ 45 ദിവസം റിപ്പോർട്ട് കൊടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത് തിരിച്ചാണേലോ. അപ്പം റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. KSEBയിൽ നിലവിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് മാത്രം തീരുമാനിച്ച് സമരം പണിമുടക്ക് പിൻവലിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പണ്ട് ജീവനക്കാരുടെ സർവീസ് ബുക്ക് AG ഓഫീസിലേക്ക് കൊടുത്തു വിട്ടവരാ. ഇപ്പം ജീവനക്കാർക്ക് മെച്ചപ്പെട്ടൊരു ശമ്പള ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കാർത്തികേയൻ്റെ കാലത്ത് നടന്ന ശമ്പള ഭക്ഷണവും ആര്യാടൻ സാറിൻ്റെ കാലത്ത് നടന്ന ശമ്പള ഭക്ഷണമാണ്. കാർത്തികേയൻ്റെ സാറിൻ്റെ കാലത്ത് നമ്മുടെ വെയിറ്റേജ് 1% അത് ഒരു ദിവസത്തിന് പോലും കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ DAക്ക് വേണ്ടി പണിമുടക്കിയ സംഘടന ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് കാഷ്യർ റാങ്ക് ഹോൾഡേഴ്സിനെ നിങ്ങൾ സമരത്തിന് കൂട്ടിയേക്കുന്നത് കണ്ടു. നിയമനം നടത്തും, കാഷ്യറെ എടുക്കുമെന്നൊക്കെ പറയുന്നത്. 1000 രൂപ കൂടിയ പൈസയൊന്നും കൗണ്ടറിലൂടെ എടുക്കണ്ടെന്ന് പറഞ്ഞ് കാഷ്യർ തസ്തിക വരെ വേണ്ടാന്ന് വെച്ചവർ പറയുക കാഷ്യർ റാങ്ക് ഹോൾഡേഴ്സിനെ കൂടെ കൂട്ടിയെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, CA2 സംഘടനയും അതല്ലെങ്കിൽ ഓഫീസേഴ്സ് അസോസിയേഷനും എല്ലാം കൂടി ചേർന്ന് പണിമുടക്കിയെന്ന് പറയും. നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ട ഒരു സർക്കാരിൻ്റെ ഭാഗമല്ലേ? ആണല്ലോ. നിങ്ങളുടെ ഘടകകക്ഷി തന്നെ നിങ്ങളുടെ കൂടെ ഒപ്പം സമരത്തിനിരുന്ന A2Cയുടെ പാർട്ടിയായ CP തന്നെ അതിനെ എതിർത്തല്ലോ. ആണല്ലോ. അപ്പോൾ അതേ നിങ്ങൾ BMSന് പ്രൊട്ടക്ഷൻ കൊടുത്തവരില്ലേ, ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊട്ടക്ഷൻ വരെ കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകെട്ടിങ്ങനെ നടത്തുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. എന്നിട്ട് പുറമേ തൊഴിലാളിയെ കാണിപ്പിക്കാൻ വേണ്ടി കബളിപ്പിക്കാൻ വേണ്ടി തൊഴിലാളിയെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ സമരം നടത്തിയെന്നും സമരം വിജയിച്ചു എന്ന് വരുത്തുന്നതും. അങ്ങനെ ഉണ്ടെങ്കിൽ പണിമുടക്ക് നോട്ടീസ് കൊടുത്ത് പണിമുടക്കണം. അപ്പം ഞങ്ങളും പണിമുടക്ക് വന്നു, പണിമുടക്കി കാണിച്ചു കൊടുക്കണം മാനേവിനെ. കാരണം DA നമുക്ക് അർഹതപ്പെട്ടതല്ലേ, നമുക്ക് കിട്ടേണ്ടതല്ലേ. ഇപ്പം 4 ഗഡു കിട്ടാതിരിക്കാൻ എന്താ കാരണം? എന്താണ്? KSEBക്ക് വരുമാനമില്ലേ, കളക്ഷൻ എഫിഷ്യൻസി ഇല്ലേ, ബില്ലിംഗ് എഫിഷ്യൻസി ഇല്ലേ? ഇതെല്ലാം KSEBക്ക് ഉണ്ടല്ലോ. എന്നിട്ടും KSEBക്ക് ചില നഷ്ടങ്ങൾ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 4 രൂപ 29 പൈസയുടെ വൈദ്യുതി വേണ്ടാന്ന് വെച്ച് 10, 11, 12 രൂപയ്ക്ക് മേടിച്ചതും പുരയുടെ പുറത്ത് കൊണ്ട് നിക്ഷേപിച്ചതിൻ്റെ ബില്ലിംഗ് സിസ്റ്റത്തിലുള്ള അപാകത, നിങ്ങളുണ്ടാക്കിയ ഗൈഡ് ലൈൻ, നിങ്ങളുണ്ടാക്കിയ റെഗുലേഷൻ പ്രകാരം ഉള്ള കുഴപ്പങ്ങൾ വന്നതും, കൊള്ളൂല്ലാത്ത ചാർജിങ് സ്റ്റേഷൻ സാധനങ്ങൾ, ഓസ്ട്രേലിയയിലായിട്ടുള്ള കാലഹരണപ്പെട്ട സാധനങ്ങൾ മേടിച്ചതിൻ്റെ നഷ്ടങ്ങളും, പർച്ചേസ് AB കേബിളൊക്കെ മേടിച്ച് പർച്ചേസ് ചിലരതൊക്കെ കത്തിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. അങ്ങനെ നഷ്ടം വന്നതിന് തൊഴിലാളി ഉത്തരവാദിയല്ലല്ലോ. അതുകൊണ്ട് സമരം വിജയിച്ചു എന്നുള്ള പ്രകസനമൊന്നും വേണ്ട, അതൊന്നും തൊഴിലാളി വിശ്വസിക്കില്ല. ഏതായാലും എല്ലാ സംഘടനകളും ഇപ്പം നിങ്ങൾ പിന്നെ പറഞ്ഞു നിങ്ങളുടെ കൂടെ എന്തോ കോൺഗ്രസിൻ്റെ സംഘടനയുണ്ടെന്ന്, INTUC ചുമന്ന കൊടിയുണ്ടെന്നൊക്കെയാണ്. നിങ്ങളുടെ കൂടെ കൂടുന്നവരൊന്നും ത്രിവർണ്ണ പതാകക്കാരൊന്നും അല്ല. ഞങ്ങൾ ത്രിവർണ്ണ പതാകയായി ബന്ധപ്പെട്ട കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട INTUC നിങ്ങളുടെ കൂടെ ഇല്ല. കാരണം നിങ്ങളുടെ സമരം പ്രകസന സമരമാണ്. നിങ്ങൾ തൊഴിലാളിയെ വഞ്ചിക്കുക. ഞങ്ങളുടെ കാലത്ത് വെച്ച കരാറിനെ പോലും നിങ്ങൾ വയലേഷൻ വരുത്തിയിരിക്കുക. നിങ്ങളുടെ കൂടെ കൂടി സമരം ചെയ്തിട്ട് ആ പ്രകസന സമരം നടത്തിയിട്ട് പിന്നെ പ്രഖ്യാപനം നടത്തുക, എന്നിട്ടൊന്നും കിട്ടാതിരിക്കുന്നൊരു സമരത്തിനൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. ഓഫീസർമാരുടെ സംഘടനയൊന്നും നിങ്ങളുടെ കൂടെ ഇല്ലാഞ്ഞല്ലോ. കോൺഗ്രസിൻ്റെ ഓഫീസർ സംഘടന നിങ്ങളുടെ കൂടെ സമരത്തിനില്ലാഞ്ഞു. എഞ്ചിനീയർമാരുടെ സംഘടന നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സമരം നടത്തി. പിന്നെ ആരോ 1, 2 പേര് നിങ്ങളുടെ കൂടെ കൂടിയതിൻ്റെ പേരിൽ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ മൊത്തം നിങ്ങളുടെ കൂടെ ആണെന്നൊന്നും പറഞ്ഞ് വീമ്പൊന്നും മുടക്കണ്ട. അങ്ങനെ ഒരു പ്രതിപക്ഷ സംഘടനയും അണികളുള്ള ഒരു സംഘടനയും നിങ്ങളുടെ കൂടെ ഇല്ല. അതൊന്നും പറയണ്ട. ഏതായാലും നിങ്ങളുടെ സമരം പരാജയമായിരുന്നു. നിങ്ങളുടെ സമരത്തിൻ്റെ നിങ്ങളോട് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തലേദിവസം തന്നെ DA പ്രഖ്യാപിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ സമരം പറഞ്ഞുകൊണ്ടൊന്നും അല്ല DA കിട്ടിയത്. നമ്മളെല്ലാവരും സമരം ചെയ്തു, എല്ലാവരും ആവശ്യപ്പെട്ടു. പിന്നെ സർക്കാർ കൊടുത്തപ്പോൾ ഇവിടെയും കൊടുത്തു എന്നുള്ളത് കവിഞ്ഞൊന്നും ചെയ്തിട്ടില്ല. നമുക്കതിനുപ്പുറം കിട്ടേണ്ടതാണ്, അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ സമരം വിജയമൊന്നും പറഞ്ഞ് കൂടുതൽ കൊട്ടിഘോഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏതായാലും തൊഴിലാളികൾ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.